Students, today I am going to discuss absolute and relative measures of dispersion. Measures of dispersion എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചതാണ്. Measures of dispersion എന്ന് പറയുന്നത് measure the variability in a series. ഒരു സീരീസിലെ വേരിയബിലിറ്റി കണ്ടുപിടിക്കാനാണ് measures of dispersion യൂസ് ചെയ്യുന്നത്. ഈ measures of dispersionനെ രണ്ട് ടൈപ്പ് ആക്കിയിട്ടുണ്ട്. അതൊന്ന് അബ്സല്യൂട്ട് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനും രണ്ടാമത്തെ റിലേറ്റീവ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനാണ്. ഈ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനിലെ അബ്സല്യൂട്ട് മെഷർ എന്ന് പറയുന്നത് റേഞ്ച്, വേരിയൻസ്, സ്റ്റാൻഡേർഡ് ഡീവിയൻസ്, മീൻ ഡീവിയേഷൻ, ക്വാർട്ടൈൽ ഡീവിയേഷൻ ഒക്കെ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞതാണ്. ഈ റിലേറ്റീവ് മെഷേഴ്സ് എന്ന് പറയുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച്, കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയൻസ്, കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ, കോഎഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്നിവയാണ്. വിശദമായിട്ട് നോക്കാം. അതിലെ അബ്സല്യൂട്ട് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ എന്ന് പറയുന്നത് an absolute measures of dispersion contains the same unit as the original data set. ഏതാണോ ഒറിജിനൽ ഡാറ്റ സെറ്റ് നമുക്ക് തന്നിട്ടുള്ള വാല്യൂസ്, ഡാറ്റ വാല്യൂസ്, അതിന് സെയിം യൂണിറ്റ് തന്നെ ആയിരിക്കും അബ്സല്യൂട്ട് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനിൽ ഉണ്ടാവുക. ദേ മെഷർ ദ വേരിയബിലിറ്റി ഇൻ എ സീരീസ്. അത് സീരീസിൻ്റെ വേരിയബിലിറ്റി കണ്ടുപിടിക്കാനാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ മുമ്പ് പഠിച്ച സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, അതുപോലെ മെയിൻ ഡീവിയേഷൻ, ക്വാർട്ടൈൽ ഡീവിയേഷൻ, റേഞ്ച്, ഇതൊക്കെ അതിന് എക്സാമ്പിളാണ്. അപ്പോൾ ഈ അബ്സല്യൂട്ട് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനിൽ ഒറിജിനൽ ഡാറ്റ സെറ്റിൻ്റെ അതേ യൂണിറ്റ് തന്നെയാണ് ഉണ്ടാവുക. എന്നാൽ റിലേറ്റീവ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ എന്ന് പറയുന്നത് അത് കിട്ടുന്നത് ദീസ് ആർ ഒബ്റ്റെയിൻഡ് ആസ് റേഷ്യോസ് ഓഫ് ദ ആവറേജ്. റേഷ്യോസ് ഓഫ് ദ ആവറേജ് ഉണ്ടാവുക, ആവറേജിൻ്റെ റേഷ്യോ ആയിട്ട്. ദിസ് ആൾസോ കോൾഡ് കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്പേർഷൻ എന്ന് അറിയപ്പെടും. ദീസ് ആർ യൂസ്ഫുൾ ഫോർ കമ്പയറിംഗ് ടു സീരീസ് ഫോർ ദെയർ വേരിയബിലിറ്റി. ഇപ്പോൾ രണ്ട് സീരീസൊക്കെ തരുന്ന സമയത്ത് അതിൻ്റെ വേരിയബിലിറ്റി കമ്പയർ ചെയ്യാനാണ് ഇത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷനൊക്കെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യാറുണ്ട്. കൺസിസ്റ്റൻ്റ് ആണോ, അല്ലെങ്കിൽ ഇൻകൺസിസ്റ്റൻ്റ് ആണോ, അല്ലെങ്കിൽ മോർ വേരിയബിൾ ആണോ ഒക്കെ കണ്ടുപിടിക്കാനൊക്കെ CV യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ ഈ റിലേറ്റീവ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതിന് എക്സാമ്പിളാണ് കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് ഉണ്ട്, കോഎഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ ഉണ്ട്, കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ ഉണ്ട്, അതുപോലെ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ, ഇതൊക്കെ അതിന് എക്സാമ്പിളാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്.